ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിലെ അതിതീവ്ര വയലൻസ് നിറഞ്ഞ മാർക്കോ എന്ന സിനിമയുടെ 4-ാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റ് കളക്ഷനിലേക്ക് ഇവർക്കും സ്വാഗതം. ആദ്യമേ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷനിലേക്ക് ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ കേരളത്തിൽ 14 കോടി 3 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്ത സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2 കോടി 5 ലക്ഷമാണ് കളക്ഷൻ നേടിയെടുത്തത്. അങ്ങനെ 3 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നിന്നും 31 കോടി 30 ലക്ഷം എന്ന വളരെ മികച്ചൊരു വേൾഡ് വൈഡ് കളക്ഷൻ ഒപ്പം റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തു എന്നൊക്കെ നിസ്സംശയം പറയാവുന്ന മാർക്കോയുടെ ഇന്നത്തെ കേരള ട്രാക്കിങ്ങിലേക്ക് തന്നെ ആദ്യം വരികയാണെങ്കിൽ ഞെട്ടിക്കുന്നൊരു കേരള ട്രാക്കിങ്ങും എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെയാണ് മാർക്കോ ഇന്ന് തിങ്കളാഴ്ച ദിവസം നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് മാർക്കോയ്ക്ക് ഒരു തിങ്കളാഴ്ചയല്ല മറിച്ചൊരു ഞായറാഴ്ച തന്നെയാണ് എന്നാണ് ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലത്തേക്കാൾ ഒരല്പം കളക്ഷൻ കൂടുതൽ ഇന്ന് തിങ്കളാഴ്ച സിനിമ ട്രാക്കിംഗ് കളക്ഷന്റെ കാര്യത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 2 കോടി 74 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച 2 കോടി 75 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ സിനിമയ്ക്ക് 5 കോടിയിൽ പരമായിരുന്നു കേരള ഗ്രോസ് എങ്കിൽ ഇന്നും 5 കോടിയിൽ പരമാണ് ആദ്യ തിങ്കളാഴ്ച കേരള ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ട് ശരിവയ്ക്കുകയാണെങ്കിൽ ഇന്നത്തോടെ 19-20 കോടി റേഞ്ചിലേക്ക് മാർക്കോയുടെ ആകെ 4 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ മാത്രം എത്തുന്നതാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ഹെവി തുടക്കം തന്നെ കേരള ബോക്സ് ഓഫീസിൽ മാർക്കോ എന്ന എ സർട്ടിഫിക്കറ്റ് ലഭ്യമായ വയലൻസ് നിറഞ്ഞ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 8-10 കോടി റേഞ്ചിലാണ് തിങ്കളാഴ്ച ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ടും ശരിവയ്ക്കുകയാണെങ്കിൽ ഇന്നത്തോടെ 4 ദിവസങ്ങൾ കൊണ്ട് 40 കോടിയിലേറെ മാർക്കോയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്തുന്നതാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു റെക്കോർഡ് വേഗത്തിൽ കളക്ഷൻ കുതിക്കുന്ന സിനിമയായിട്ട് ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ മാർക്കോ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ നാളെ വരാനിരിക്കുന്ന സിനിമയുടെ അടുത്ത കളക്ഷനായിട്ട്, ഒപ്പം ക്രിസ്മസ് ദിനങ്ങളിലെ സിനിമയുടെ അടുത്ത കളക്ഷൻ അറിയാനായിട്ട്.